ഈ സോഷ്യൽ മീഡിയയിലൂടെ ആടലോടൊക്കെ ടീം എന്ന് പറയുന്നത് വലിയൊരു ടീമാണ് അല്ലേ? അത്ര വലുതൊന്നുമില്ല, കുഴപ്പമില്ല. ഞാൻ ശരിക്കും അനശ്വരനെ കൂടുതലായി ശ്രദ്ധിക്കുന്ന ഉദാഹരണം സുജാത മുതലാണ്. അതിൽ മഞ്ജു ചേച്ചി. ഇന്ന് ഒരുപാട് നടിമാരുണ്ട്. ഇന്ന് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ മേഖലയിൽ. പക്ഷെ ആ മേഖലയിലാണ് അനശ്വര ഇപ്പോ എന്താ പറയുന്നത്, കാലുറപ്പിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ചേച്ചിയോട് പറയാം, പറയാനുള്ള ഉത്തരം ഉണ്ടാവാം. മിണ്ടാതിരിക്കുന്നല്ലേ നല്ലത്. അത് നല്ലതാ, പക്ഷെ അത്ര നല്ലതല്ല ഞങ്ങൾക്ക് അത്. കാരണം നിങ്ങളെ കൊണ്ട് മിണ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി അല്ലേ? നടക്കുന്നു. അനശ്വരയുടെ പടങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഹിറ്റാണ്. എല്ലാ പടങ്ങളും നമുക്ക് നല്ല ഹിറ്റായിരുന്നു. അനശ്വരയും എന്ത് ചെയ്താലും ചെയ്യും. അനശ്വരയ്ക്ക് എന്നും കൊടുക്കാം എന്നുള്ളതിലാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര പടങ്ങൾ ഉണ്ടായിരുന്ന എക്സാമ്പിൾ അല്ലെ അനശ്വരയുടെ? അതിന്റെ എന്തിന്റെ അഭിപ്രായം ഉണ്ടോ? എനിക്കതിൽ ചെറുതായിട്ടൊന്ന് ഒരു ഇത് കിട്ടിയ ഒരു പടമായിരുന്നു പൈങ്കിളി അല്ലേ? അതെന്താ അനശ്വരയെ പറ്റി പോയേ? നമ്മളെപ്പോഴും നമുക്ക് ഗുഡ് കമന്റ്, നമ്മളെ പെർഫോമൻസിനെ പറ്റി ഭയങ്കര കിടലം എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ക്രിറ്റിസിസം വരും, അല്ലെങ്കിൽ നമ്മുടെ ഇതിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് അത് വർക്ക് ആയില്ല, അതിനത് ഭയങ്കര ശരിയായില്ല, അവർക്കത് സെറ്റ് ആയില്ല എന്ന് ആൾക്കാർ പറയും. അവർക്ക് സെറ്റ് ആയില്ലെങ്കിൽ അവരത് പറയും. അങ്ങനെ ഫീൽ ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? അതിന് പിടിച്ചൊരു മീറ്റർ മേബി അതായിരിക്കും. അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. ആൾക്കാർ പറയുന്നത് അങ്ങനെയുള്ള പടത്തിന് പിടിച്ച മീറ്റർ അതല്ലായിരുന്നു. കാരണം നമ്മൾ ആദ്യം തൊട്ട് ഇന്റർവ്യൂ മുതലേ പറയുന്നുണ്ട്, ഒരു പൈങ്കിളി ഇന്റർവ്യൂ നമ്മളൊരു 100 രൂപയ്ക്ക് നമ്മൾ 1000 രൂപയുടെ പെർഫോമൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചുമ്മാ വെറുതെ ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളോട്ട് പാട്ട് പാടിയൊരു വീഡിയോ ഇട്ടു. അത് വെറൈറ്റി മൊഴിയിൽ പോസ്റ്റ് ഇട്ട് എനിക്ക് അന്ന് 1 മില്യൺ വ്യൂസ് എന്തോ പോയില്ലേ? അപ്പോൾ അന്ന് എന്നെ വൈറലാക്കിയതാണ് വെറൈറ്റി. ഞാൻ മുമ്പ് വെറൈറ്റി വീഡിയോയിൽ കുറെ റീലൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ അയച്ചിട്ട് ബ്രോ ഇതൊന്ന് പോസ്റ്റ് ചെയ്യൂ. ഞാൻ ചുമ്മാ ലിപ്പായിരുന്നു, ലിപ്പ് പുള്ളി നോക്കാം. എനിക്ക് ഓർമ്മ വന്നത് മറ്റത് ഞാൻ പാടിയിട്ടത് പോസ്റ്റ് ചെയ്തു. ഞാൻ അറിയാതെ പോസ്റ്റ് ചെയ്തു. ഞാൻ പോസ്റ്റ് ചെയ്തു. പിന്നെ രണ്ടാമത് വീണ്ടും ഡബ് സ്മാഷ് അതും പോസ്റ്റ് ചെയ്തു. അപ്പൊ അത് രണ്ടും അത്യാവശ്യം റീച്ച് ആയി. പിന്നെ ഞാൻ വേറെ ചെയ്തു. ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ബ്രോ ഇതൊന്ന് പോസ്റ്റ് ചെയ്യൂ. നോക്കട്ടെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈലിഷ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളവരാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. എല്ലാവരും പല ഇതിൽ നല്ല രസമുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ടീം എന്ന് പറയുന്നത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ അല്ലേ? പക്ഷെ പേരിൽ കുറച്ച് സാഡ് ആണെങ്കിലും ആക്ച്വലി സാഡ് അല്ല. പക്ഷെ ഓണാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് സിനിമയെ പറ്റി ചോദിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ശരിക്കും ഈ ഒരു സിനിമ ഞാനിപ്പോ കുറച്ച് മുന്നേ വേറെ നിങ്ങളുടെ ടീമിനെ ഇന്റർവ്യൂ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരാൾ മരണപ്പെടുന്നു, അതിനെന്തോ 16 41 അങ്ങനെ എന്തോന്ന് പറഞ്ഞു അല്ലേ? മരണപ്പെട്ട ശേഷം ഒരു ചടങ്ങ്, അതിന് നമ്മൾ അറിയിക്കുന്നതാണ് ഈ വ്യസന സമേതം. അങ്ങനെയാണ് ഒരു കുറിപ്പിന്റെ അടിയിലുള്ളതാണ് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ അത്ര മാത്രമാണ് നിങ്ങളുടെ പടത്തെ പറ്റി നമുക്ക് അറിയാൻ പറ്റിയത്. വേറെ ഞാൻ കുറെ നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും അതില് ട്രെയിലറും കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പൊ കേക്കട്ടെ, ശരിക്കും എന്താണ് ഈ സിനിമ? അനശ്വര പടം ഒരു മരണം നടക്കുന്ന ഒരു വീട്ടില് അത് ചുറ്റിപ്പറ്റി നടക്കുന്ന ചില കാര്യങ്ങൾ, ഒരു ദിവസം ഒരു വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം. പക്ഷെ ഒരിക്കലും ഈ മരണം എന്ന് പറയുന്നത് സാഡായിട്ടുള്ള ഇതായിട്ടുള്ള നമ്മൾ ചിത്രീകരിച്ചേക്കുന്നത്. പക്ഷെ മരണത്തിന് അതിൻ്റെ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെ ചുറ്റും നടക്കുന്ന ബാക്കിയുള്ളവർക്ക് ചിലതൊക്കെ തമാശയായിരിക്കുമല്ലോ, അങ്ങനെ നടക്കുന്ന ചില തമാശകളൊക്കെയാണ് സിനിമ. അതേപോലെ കുറച്ച് ഒരു ഇമോഷണൽ മൂവിയാണോ ഇത്? അല്ല, എല്ലാം ഉണ്ട്, അതാണ് പറഞ്ഞത്. എല്ലാം ഉണ്ട്, തമാശ മാത്രമല്ല. ചില ക്യാരക്ടേഴ്സിന്റെ വിഷമം ഉണ്ടാവും, പക്ഷെ കാണുന്നവർക്ക് ഇമോഷണൽ ആയിട്ട് അത്രക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറെ പേരുടെ മുഖമാണ് കാണുന്നത്. വ്യക്തികളാണ്. അല്ല, ഇപ്പൊ അതായത് ഇപ്പൊ ഒരു മരണ വീട്ടില് പല ആൾക്കാർ വരുമല്ലോ. അതായത് ഇപ്പൊ പന്തല് പണിക്കാർ വരും, അല്ലെങ്കിൽ കസേരയുടെ ആൾക്കാർ വരും, വീട് വൃത്തിയാക്കാൻ വരുന്നവർ വരും. അങ്ങനെ ഈ ഒരു മരണ വീട്ടിൽ വരുന്ന എല്ലാ ആൾക്കാരും ഈ പടത്തിലുണ്ട്. അപ്പൊ ഈ വരുന്നവർക്ക് എല്ലാവർക്കും വിഷമമുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ കോമഡി, അല്ലെങ്കിൽ ഒരു കാര്യമില്ല വരുന്നവർ കാണും,
വെറുതെ വരുന്ന ബാക്കിൽ നിലൊടിക്കാൻ വരുന്നവർ കാണും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പൊ അകത്ത് വിഷമം നടക്കുന്നുണ്ടെങ്കിലും വെളിയിൽ ഇങ്ങനെ പല പല പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് അതൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് തന്നെയാണ് പരിപാടി. ഓക്കെ, ഇപ്പൊ ജോമോനേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളാണോ? അല്ലല്ല, ഞാൻ ശരിക്കും അന്വേഷിച്ച് പറഞ്ഞു, ജോമോനേട്ട് ഇന്റർവ്യൂല് വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ എന്നൊരു ധ്വനിയുണ്ട്. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ കേക്കട്ടെ, ആ സൗണ്ട് ഞാൻ ഇതില് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്തൊക്കെയാ ജോമോനേട്ട പുതിയ വിശേഷങ്ങൾ? ബിസിനസ് സമേതം ബന്ധമിത്രാദികൾ പടം കഴിഞ്ഞു. ജൂൺ 13 ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൊമോഷൻ പരിപാടി ആയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ചോദിക്കുക, നല്ലൊരു ഇൻഫോർമേഷൻ ആണ്. നന്നായിരിക്കുന്നത് കഴിഞ്ഞു. ഇപ്പോ നമ്മൾ കുറെ കണ്ടൊരു ഫേസ് ആണ്, അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആടലോടൊക്കെ ടീം എന്ന് പറയുന്നത് വലിയൊരു ടീമാണ് അല്ലേ? അത്ര വലുതൊന്നുമില്ല, കുഴപ്പമില്ല. അതെ ആണ്. അപ്പൊ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഇവര് ഒരു എല്ലാ മുന്നിൽ നിൽക്കുന്ന മുൻനിര നായികന്മാരാണ് ഇതിലുള്ളത് എല്ലാവരും. അപ്പൊ ഇപ്പൊ അവരുടെ കൂടെയൊക്കെ നിന്ന് പെർഫോം ചെയ്യുമ്പോ ചേട്ടൻ എന്താണ് ശരിക്കും തോന്നുന്നത്? സന്തോഷം. വളരെ അത് തന്നെ ആയിരിക്കുമല്ലോ. സംഭവം ഈ ഒരു ക്രൂവില് കയറാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. സത്യം. അത് അങ്ങനെ ഒരു അപ്പൊ അതില് നമുക്കൊരു വിളി വന്നപ്പോഴത്തേക്ക് അതൊരു ഭാഗ്യം പോലെ കാണുന്നു. കാരണം ഈ ഒരു ടീമിന്റെ ഇതിനു മുമ്പത്തെ സിനിമ പരിശോധിച്ചാൽ അറിയാം, അവര് എല്ലാ ഹിറ്റാണ്. അവർക്ക് വീണ്ടും അവരുടെ അടുത്ത പ്രോജക്റ്റിലെല്ലാം വീണ്ടും വീണ്ടും അവസരങ്ങൾ കിട്ടുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നു പുതിയ ഒരുവിധമുള്ള എല്ലാ ആർട്ടിസ്റ്റേക്കും ഈ ഒരു ടീമിൽ എങ്ങനെയെങ്കിലും കയറി പറ്റാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ ലക്ക് കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം ഭാഗ്യം. അല്ലേ? അടുത്തടുത്ത സിനിമകളിൽ അത് കാല് പിടിച്ചിട്ടാണെങ്കിലും ഇപ്പൊ ചാൻസ് ചോദിക്കാൻ സ്വാതന്ത്ര്യമായല്ലോ. ശരിക്കും ഈ ഒരു ടീമിൽ നമുക്ക് കാണുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, നമുക്കൊരു ഗുരുവായൂരമ്പല നടയിൽ തോന്നും, വാഴ തോന്നും അല്ലേ? അതിലൊക്കെയുള്ള ആളുകളാണ്. അത് രണ്ടും ഹിറ്റ് ആയിട്ടുള്ള പടങ്ങളാണ്, ബ്ലോക്ക് ബസ്റ്ററാണ്. ഈ ശരിക്കും ഇല്ലേ, ഈ നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളില്ലേ, അവർ വളരെ ഇൻട്രോവേർട്ട് ആയിരിക്കും. ഞാൻ ഇന്റർവ്യൂ എടുത്തവരൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഞാനൊക്കെ സംസാരിച്ചു. അനുഷ്ഠയ്ക്ക് നന്നായിട്ട് എനിക്ക് അഭിനയിക്കാൻ അല്ല, ഞാനിപ്പോ അല്ല ശരിക്കും നിങ്ങൾ അഭിനയിക്കുമ്പോ ഭയങ്കര, ഞാൻ എപ്പോഴും വിചാരിക്കും ഇവരിങ്ങനെ അഭിനയിക്കുന്നത്. കാരണം ഞാൻ ചോദിച്ചാൽ അവർക്ക് ഒന്നും അങ്ങനെ പെർഫോം ചെയ്യും, അങ്ങനെയായിരിക്കും. ഓരോരുത്തരുടെ ചോയ്സ് ആണ്, ഓരോരുത്തർ കംഫർട്ടാണ്. നിങ്ങൾ എന്റെ ഒരു ഡൗട്ടാണത്. എന്റെ ഒരു ഡൗട്ടാണ്, നിങ്ങൾ സിനിമയിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ നേരിട്ട് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പൊ ഈ നസ്ലിൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഇനി മുമ്പ് പടം ചെയ്യുമ്പോഴൊക്കെ മാറ്റ് ഈവനിങ് ചെയ്യുമ്പോഴൊക്കെ അവര് അസത്യമായി ചെയ്യുന്ന രണ്ടുപേരാ, പക്ഷെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒക്കെ വളരെ സൈലന്റ് ആയിരിക്കും. നിങ്ങൾ എങ്ങനെ ഈ ക്യാരക്ടറായിട്ട് ഇങ്ങനെ മാറി ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. രണ്ട് ഇന്റർവ്യൂ ജോമോനേട്ട എങ്ങനെ ചെയ്യുന്നു ക്യാരക്ടർ? ഇപ്പം ഗുരുവായൂരമ്പല നടയിൽ നടക്കുന്ന സമയത്ത് ബിബിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരി മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ്, അനുശ്വരോട് പറയുക നടന്ന് ശല്യപ്പെടുത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതുപോലെ ബിഹേവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് പ്രിപ്പറേഷൻ. ഞാൻ പിന്നെ വേറെ ആക്ടിങ് ക്യാമ്പിലും അങ്ങനെ ഒന്നും പോയിട്ടില്ല. അതെ, ഇത് തൊട്ട് മുന്നേ നോബി ചേട്ടനെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, നോബി ചേട്ടനെ ശരിക്കും കണ്ടാല് ജോമോന്റെ അച്ഛനെ പോലെ തന്നെ തോന്നുന്നു. അത് ബൈജേട്ടനും പറഞ്ഞു. നോബി ചേട്ടനോട് ചോദിച്ചു, നീ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കറക്റ്റ് പക്ഷെ നോബിച്ചേട്ടനെ കണ്ട എന്റെ അച്ഛനെ പോലെ അല്ല ഇരിക്കുന്നത്. അത് നമുക്ക് കൺഫ്യൂഷൻ വന്നു. അത് പറയണമെന്ന് പറഞ്ഞു, ആരെയാണ് അച്ഛൻ എന്നുള്ളത് നോബി ചേട്ടനോട് മുമ്പേ ചോദിച്ചു. ആ സമയത്തോട് ഞാൻ പറഞ്ഞു നിങ്ങളെയാണെന്നുള്ളത്. അതെനിക്ക് പറയാൻ പറ്റേ, ശരി അങ്ങനെയല്ല. അനശ്വര ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും അനശ്വരനെ കൂടുതലായി ശ്രദ്ധിക്കുന്നു. ഉദാഹരണം സുജാത മുതലാണ്. അതിൽ മഞ്ജു ചേച്ചി ഇനി പറഞ്ഞ ചിലപ്പോ അതിന്റെ ഇടയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇതായിരിക്കും. ഞാൻ ശരിക്കും അത് അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോഴേ നമ്മൾ വിചാരിച്ചിരുന്നു അനശ്വരയ്ക്ക് ഒരു ഭാവിയുണ്ട്. ഇനി ശരിക്കും അന്നൊക്കെ എന്ന് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് നടിമാരുള്ള കാലത്താണ്. ഇന്ന് ഒരുപാട് നടിമാരുണ്ട്. ഇന്ന് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ മേഖലയിൽ. പക്ഷെ ആ മേഖലയിലാണ് അനശ്വര ഇപ്പോ എന്താ പറയുന്നത്, കാലുറപ്പിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഹാപ്പി അല്ലേ?
ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഈ കാലുറപ്പിച്ചതിനെ പറ്റിയിട്ട് സന്തോഷമാണ്. ആദ്യമേ അനശ്വരയ്ക്ക് ഈ ഉദാഹരണം സുജാതയിൽ വരുന്നതിന് മുന്നേ ശരിക്കും എങ്ങനെയാണ് അതിലേക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നത്? ഓഡീഷൻ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളില് മോണാക്ടും നാട്ടില് തെരുവ് നാടകവും അങ്ങനെ വെറുതെ എല്ലാ ആക്ടിങ്ങിലൊക്കെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയിലെത്തണമെന്നല്ല, വെറുതെ ഒരു തമാശക്ക് അല്ലെങ്കിൽ ആ സമയത്ത് എന്റർടൈൻമെന്റ് പോയിട്ട് എല്ലായിടത്തും പോയി ഞാൻ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ എന്താ പറയാ അഭിനയിച്ചിട്ട് അങ്ങനെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ എത്തണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഒരു നടിയാവണം അല്ലെങ്കിൽ സിനിമയിൽ ഭയങ്കര പാഷനേറ്റ് എപ്പോഴും ഒരു നടിയാവണം എന്നൊന്നും ഭയങ്കര ആഗ്രഹിച്ചിട്ട് വന്നല്ല. അങ്ങനെയാണ് ഫസ്റ്റ് സിനിമയുടെ ഓഡീഷന് ജസ്റ്റ് ഒരു കോള് വന്നപ്പോൾ ട്രൈ ചെയ്യാം. വീട്ടിലും പറഞ്ഞു നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാറ്. ആദ്യത്തെ സിനിമയായിരുന്നു, ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതായിട്ട് ഓഡീഷന് പോണത്, അത് കിട്ടുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ സിനിമയിൽ ക്ലിക്കായി അല്ലേ? അതെ. ജോമോനേട്ടന്റെ അടുത്തേക്കും എങ്ങനെയായിരുന്നു ഈ ഒരു ഫിലിമിലേക്കുള്ള ഈ പടത്തിലോട്ടോ? അല്ല, എല്ലാ പടത്തിലും ഫിലിം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് അല്ല ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ. ഞാൻ ആദ്യം കുറച്ച് ഓഡിഷനൊക്കെ പോവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഒന്നും വർക്കാവത്തോണ്ട് സ്വന്തം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആടലോടകത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ സബ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ. പിന്നെ അതൊക്കെ കണ്ടിട്ട് കുറെ പേര് പടത്തിൽ വിളിച്ചിട്ടുള്ള രോമാഞ്ചത്തിലും അങ്ങനെയൊക്കെ വർക്കുകൾ കണ്ടിട്ട് വിളിച്ച. അതല്ലേ ചോദിച്ചത്? അതെ ഞാൻ ചോദിച്ചത്. ഓക്കെ, കറക്റ്റാ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ, അതുവരെ റെസ്റ്റ് എടുക്കാമല്ലേ? ഇപ്പൊ ജാസിം ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് ഈ പടത്തിലുണ്ട് അല്ലേ? അവരുടെ കൂടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എന്താണ് ഒരു ഇപ്പൊ ബൈജുവേട്ടനൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സീനിയർ ആണ്, എല്ലാവർക്കും കുറച്ചൊരു പേടിയൊക്കെ ഉള്ള ആളാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി. അപ്പൊ അവരുടെ കൂടെ പെർഫോം ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? എനിക്ക് ശരിക്കും ഈ പടത്തിൽ എന്റെ കോമ്പിനേഷൻ മൊത്തം അവരുമായിട്ടാണ്. എനിക്ക് ഇവരുമായിട്ടൊന്നും അധികം കോമ്പിനേഷൻസ് ഇല്ല. ജോമോനായിട്ട് കുറച്ച് സംഭവമുണ്ട്, പക്ഷെ മെയിൻ കോമ്പിനേഷൻ എനിക്ക് മൊത്തം ബൈചേട്ടൻ, അസീസിക്ക, നോബിയാണ്. ഇവര് മൂന്നുമായിട്ടാണ് എന്റെ കോമ്പിനേഷൻ മൊത്തം. അപ്പം ആദ്യത്തെ ഒരു എന്റെ ഫസ്റ്റ് ഷോട്ട് തന്നെ ബൈചേട്ടൻ്റെ കൂടെയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു കംഫർട്ടബിൾ ആക്കി. അപ്പൊ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഓക്കെ. കാര്യം നമ്മളിത് ഒരു വീട്ടിൽ നടക്കുന്ന കഥയാണ്, ഒറ്റ ഒരു ലൊക്കേഷൻ സെയിമാണ്, കോസ്റ്റ്യൂം സെയിമാണ്, ഒരു ദിവസം പരിപാടിയാണല്ലോ. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളത് യൂസ്ഡ് ആയി. പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ അസീസക്കായി നോബിച്ചേട്ടനൊക്കെ ആണെങ്കിലും എപ്പോഴും സെറ്റിൽ തമാശയൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഒരു 2 ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. ബാക്കി പിന്നെ ആ ഒരു ടെൻഷൻ ആദ്യത്തെ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വലിയ കുഴപ്പമില്ല, കൂളായി. പിന്നെ ബൈച്ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ പേടിയാവുമെങ്കിലും പുള്ളി പാവമാണ്. എന്ന് വെച്ചാല് പുറമെ കാണുന്ന ഒരു ഇത് നമുക്ക് ആ ഒരു ഇമേജ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ബൈച്ചേട്ടന് ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ. ഇപ്പൊ ഈ ആടലോടകത്തിന്റെ ഒരു ടീം എന്ന് പറഞ്ഞാൽ വലിയൊരു ടീമാണ്, വളരെ പോപ്പുലർ ആയ ടീമാണ്. ഇപ്പൊ അതിൽ ചേട്ടൻ അഭിനയിക്കാൻ വരുന്നു, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ചോദിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇതിനു മുമ്പ് സൂപ്പർ ഷെർക്കലി കണ്ടത്. സൂപ്പർ ഷെർക്കാണ് എന്റെ ഫസ്റ്റ് പടം. അത് കുഞ്ഞു റോളാ, അത് പെട്ടെന്ന് കിട്ടിയതാ. അത് ഗിരീഷ് ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ കോണ്ടാക്ട് ഇട്ട് കിട്ടിയ ടൈം ഇച്ചിരി ലേറ്റായി, ഷൂട്ടൊക്കെ തുടങ്ങി. ഞാനാണ് നമ്പർ എടുത്തത്. ജോമോനാണ് കൊടുത്തത്. ജോമോൻ ആ സമയത്ത് വേറെന്തോ ജോമോന് വേറൊരു പടം. അങ്ങനെ ജോമോൻ എന്റെ നമ്പർ എടുത്ത് അങ്ങനെ പറയും, ഇതിൽ കുറച്ചേ ഉള്ളൂ, നമുക്ക് അടുത്തേ പിടിക്കാന്നും പറയും. അതാണ് ഫസ്റ്റ് പടം, തൊട്ട് തൊഴുത് കയറുന്നത് അതിലാണ്. അതിനുശേഷം കുഞ്ഞു പടങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ചെറുതാ. എനിക്ക് പ്രതീക്ഷയുള്ളൊരു പരിപാടി ഇതാണ്. അത് റെഡി ആവട്ടെ, ആ പ്രതീക്ഷ പോസിറ്റീവ് ആയിട്ട് തന്നെ വരട്ടെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ അനശ്വരയിൽ എനിക്ക് തോന്നിയ എപ്പോഴൊരു പ്രത്യേകത, അനശ്വരന്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫേസ്, അതായത് വിന്റേജ് ലുക്കിലേക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആളെ മോഡേൺ ആക്കാനും വേണ്ടിയിട്ട് പറ്റും. അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിരുന്നു രേഖാചിത്രം അല്ലേ? അതിൽ ഭയങ്കര വിന്റേജ് ലുക്ക് ആണെങ്കിലും നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതിൽ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു അനശ്വര. കട്ടക്ക് നിൽക്കുന്നൊക്കെ പറയില്ലേ, ആസിഫ്ക്കും അതുപോലെ തന്നെ ചെയ്തു, അതോടൊപ്പം തന്നെ നിന്നു. ശരിക്കും അതിലൊക്കെ ഉള്ള ആ ഒരു നമ്മള്, അതായത് ഒരു മുമ്പ് ചെയ്തു വെച്ചൊരു ക്യാരക്ടറിന്റെ ഭാഗമായാണ് അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോ എങ്ങനെയുണ്ടായിരുന്നു മനുഷ്യൻ? കാതോട് കാതോരം അല്ലേ? യെസ്, ആ സിനിമയുടെ പേരും കിട്ടും, കാതോട് കാതോരം. അതിന്റെ സെറ്റിൽ നടക്കുന്ന ഒരു സിനിമയുടെ എന്താണ് അതിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറി എന്ന പോലെയാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക്
അവരൊക്കെ കറക്റ്റ് അല്ല. അതിന്റെ സ്റ്റേജ്, അതിന്റെ സെറ്റ് വർക്ക് എല്ലാം ഒരു പഴയ സിനിമയാണ്. അതിന്റെ ലൈറ്റ്, കാറുകൾ എല്ലാം ഭയങ്കര പഴയ ഒരു സിനിമ സെറ്റിലേക്ക് കൊണ്ടുപോയ ഒരു പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു വൈഡ് ഷോട്ട് ഉണ്ട്. ഞാൻ വന്നിട്ട് എല്ലാം കാണുന്ന ഒരു ഷോട്ടിനകത്ത് ഇത് തന്നെ ഈ വിൻറ്റേജ് കാറ് കയറുന്നു, പഴയ മറ്റേ ലൈറ്റ് കൊണ്ടുപോകുന്നു, ഒരു പഴയ സെറ്റിലേക്ക് പോയ ഒരു എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു സമയം, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ കാലഘട്ടം, അതൊന്നും എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ എക്സ്പീരിയൻസ് പറ്റില്ല. അപ്പം അങ്ങോട്ട് കൊണ്ടുപോയ ഒരു ഫീലായിരുന്നു. എനിക്കത് ഭയങ്കര എന്താ ഒരു ലക്കായിട്ട് തോന്നി. ഇത് കൊള്ളാം. അത് ഒരിക്കലും അങ്ങനെ എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ഞാനിത് മുന്നേ ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്, ആ ക്യാരക്ടർ എൻ്റെ അടുത്തേക്ക് എത്തിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. രേഖ എന്നുള്ള ക്യാരക്ടർ എനിക്ക് അതിൽ ആക്ച്വലി ത്രൂ ഔട്ട് അടിപൊളിയാണ്. എനിക്ക് അനുഷ്ഠയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് വരുന്ന സാധനം ഉണ്ടല്ലോ, അത് അയ്യോ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഡ്രസ് ചെയ്യുന്നതല്ല, അപ്പോ ആ ഒരു റിയാക്ഷൻ ഭയങ്കര അടിപൊളി സാധനമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു. അതെ, അങ്ങനെ പറയൂ ചേട്ടാ. ഞാൻ ചോദിക്കാതെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനായിരുന്നു. അനുഷ്ഠയുടെ ഡ്രസ് ഇട്ടിട്ട് വരുമ്പോൾ ആ ഒരു റിയാക്ഷൻ ആ കൊടുത്ത സാധനം ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഗുരുവായൂരമ്പലനടയിലെ വൈബ് നോക്കാം. അതൊരു വൈബ് പടമായിരുന്നു അല്ലേ? നിങ്ങൾ പറയുന്ന കേട്ടോ, എല്ലാവർക്കും പറയാം, ഒരാളോടൊന്നല്ല, എല്ലാവർക്കും പെർഫോം ചെയ്യാം. ഈ ഗുരുവായൂരമ്പലനട നമുക്ക് അത് ആ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു കോമഡി പടമായിരിക്കും. നമ്മുടെ പ്രതീക്ഷകൾ ഒട്ടും താഴെ പോകാതെ തന്നെ നിങ്ങൾ എല്ലാവരും പെർഫോം ചെയ്തു. ഭയങ്കര കോമഡി ആയിരുന്നു ആ പടം. അതുപോലെ അപ്പോൾ അതിലൊരു വൈബ് ഉണ്ട് ആ ഒരു പടത്തില്. അപ്പൊ ആ ഒരു പടത്തിന്റെ ഒരു വൈബ് നമുക്ക് ഈ ഒരു പടത്തില് നിങ്ങളുടെ സെറ്റ് പടത്തിലല്ല അത് അതിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതങ്ങനെ പറയൂ. ആ, എങ്ങനെയായിരുന്നു അത്? വെറുതെ പറയാം, എന്തായാലും കാണും. ആ സെയിം, അതായത് ഞാനും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സെയിം അവിടെ നിന്ന് പറിച്ച് ഇവിടെ കൊണ്ട് നട്ട പോലെ ഉണ്ട് അല്ലേ? ടെക്നിക്കൽ സൈഡും ആക്ടേഴ്സും എല്ലാം അതൊക്കെ തന്നെ. പരിചയമുള്ള കുറെ ഫേസുകളാണ് എല്ലാം. ഇപ്പം ക്യാമറമാൻ DOP അപ്പു നമ്മുടെ ഗുരുവായൂരിൽ വർക്ക് ചെയ്തതാണ്. അതേപോലെ ആർട്ട്, പിന്നെ അങ്ങനെ എല്ലാവരും, മേക്കപ്പ് സുധിച്ചേട്ടൻ. അപ്പൊ എല്ലാവരും ബിഹൈൻഡ് ദ സീനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മള് ഗുരുവായൂരോ അല്ലെങ്കിൽ ഇവര് വാഴയിലോ ഒക്കെയുള്ള ആൾക്കാരാണ് എല്ലാവരും. ആ ഒരു ഇപ്പം ആർട്ടിസ്റ്റുകളാണെങ്കിലും കുറെ പേര് പുതിയതുണ്ട്, പക്ഷെ എല്ലാവരും നമ്മുടെ ഒരു ഫാമിലിയിലേക്ക്, എല്ലാവരും ഒരു ഫാമിലി പോലെ. ഞാൻ ഒരു വീട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വീട്ടിൽ ഒരു ദിവസം എന്ന പോലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ രാവിലെ വരുന്ന സമയത്ത് എല്ലാവർക്കും എപ്പോഴും ഷൂട്ട് ഉണ്ടാവില്ല. വീടിന്റെ ബാക്കിലാണ് ജോമോനും സിജുവിനും ഷൂട്ട് ഉണ്ടായിരുന്നത്, മുന്നിലാണ് പിന്നെ ചേട്ടന് ഷൂട്ട് ഉണ്ടായിരുന്നത്, വേറെ സൈഡിലാണ് ഒരാൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഓരോ സൈഡിൽ, അകത്താണ് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഓരോരാൾക്ക് ഓരോ സൈഡിലാണ്. അപ്പം ഈ ഷൂട്ട് ചെയ്യുന്ന സമയം എല്ലാവർക്കും ഒന്നും എപ്പോഴും സീൻ ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ വരുമ്പോൾ എല്ലാവരെയും കാണാൻ പറ്റും. എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അങ്ങനെ എല്ലാവരും ഒരു വീട്ടിൽ ആ ഒരു ഫാമിലി ഇന്നായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇപ്പൊ ഗുരുവായൂരും നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് എല്ലാവർക്കും ഷൂട്ടൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ച് സംസാരിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പം ഇതിലേക്ക് എത്തുമ്പോഴും ആ ഒരു ഫാമിലി ഒരുമിച്ച് വന്ന് ആ ഒരു ഫീലായിരുന്നു നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതെ, ഇതില് പിന്നെ എടുത്തു പറയേണ്ട കറക്റ്റ് അല്ലേ ചോദിക്കണം. നല്ല ആളോടാ ചോദിക്കുന്നത്. ഇപ്പൊ ഇതിൽ എടുത്തു പറയേണ്ട മല്ലികാമ്മ ഇതില് ഉണ്ട് അല്ലേ? മല്ലികാമ്മയുടെ പറ്റിയിട്ട് 2 വാക്ക് പറഞ്ഞേ. മല്ലികാമ്മയാണ് അനശ്വരയുടെ മുത്തശ്ശിയായിട്ട് ഇതിൽ അഭിനയിക്കുന്നത്. പുള്ളിക്കാരൻ പിന്നെ വേറെ ആർക്കും വലിയ കോമ്പിനേഷൻ ഇല്ലല്ലോ. പെർഫോമൻസ് കണ്ടിട്ടുണ്ട്, നന്നായിട്ട് ഡാൻസും ചെയ്യുന്നുണ്ട് അല്ലേ? ആളെല്ലാത്തിനും ഓണാണ്. എങ്ങനെ ആൾക്ക് കുറച്ച് ഹെൽത്തിന് കുറച്ച് പരിമിതികളുണ്ട്, ബട്ട് സ്റ്റിൽ ആള് സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് ചെയ്യാം പൂര കുഴപ്പമില്ല. എല്ലാത്തിനും ആള് ഭയങ്കര ഓണായിട്ട് നിൽക്കും നമ്മളെല്ലാവരുടെയും കൂടെ. എല്ലാവരും ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. എല്ലാവർക്കും ഭയങ്കര സെറ്റിൽ എല്ലാവരും
എല്ലാവരോടും ഭയങ്കര വാമായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആണ് മല്ലിക ചേച്ചി. തീർച്ചയായും എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴൊക്കെ മല്ലികാമ്മ അത്രത്തോളം നമ്മളെ വീട്ടില് എനിക്ക് തോന്നി നിങ്ങളുടെ ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇതിലാരാ? ഇതിലോ റെസ്റ്റോറൻറ്റോ? അല്ല പുള്ളിക്കാരൻ എങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ സെറ്റിൽ എങ്ങനെയാണ്? എനിക്കൊരു ഒരു ക്യൂരിയോസിറ്റി അല്ല, പുള്ളി സംസാരിക്കുകയൊക്കെ ചെയ്യും. ഉണ്ടല്ലേ? എനിക്കൊരു കംഫർട്ട് സോൺ ഉണ്ടോ? ഇൻട്രോവേർട്ടുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, ഞാൻ മുന്നേ ഇന്റർവ്യൂ എടുത്തവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ചേട്ടൻ ഒന്നും പറയാൻ പോകുന്നില്ല, പുള്ളി ഉണ്ട് ഒന്നും പറയാൻ പോകുന്നില്ല അല്ലേ? ഇന്റർവ്യൂവിന് സംസാരിക്കുന്നത് ഇഷ്ടം ഒന്നും പറയാൻ പോകുന്നില്ല ഞങ്ങള്. ചേച്ചിയോട് പറയാ, പറയാനുള്ള ഉത്തരം ഉണ്ടാവാം, വിടാതിരിക്കുന്നല്ലേ നല്ലത്. അത് നല്ലതാ, പക്ഷെ അത്ര നല്ലതല്ല ഞങ്ങൾക്ക് അത്. കാരണം നിങ്ങളെ കൊണ്ട് മിണ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി അല്ലേ? നടക്കുന്നില്ല അപ്പൊ ഞാൻ തോറ്റ് പിന്മാറുന്നതാണോ അത് നല്ലത്? പറഞ്ഞു എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് വെറുതെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ മനെ കൃതിക്കാൻ സേഡാക്കിയതല്ലേ? ഇപ്പൊ നമ്മുടെ കൊറേ പടങ്ങൾ അല്ലേ ഇപ്പൊ ചെയ്യാൻ, ഇനി ആരുടെ കൂടെ ചെയ്യാൻ ഏറ്റവും വലിയ ആഗ്രഹം? അങ്ങനെ ഒരു വ്യക്തി അങ്ങനെയൊന്നുമില്ല, എല്ലാരും കൂടെ പടം ചെയ്യണ ആഗ്രഹമൊക്കെ. ഉത്തരം കൊടുത്താണ്ടല്ല ആരെങ്കിലും ഇവിടെ കൂടെ ചെയ്താൽ മതി അഭിനയിച്ചാൽ മതി എന്നും പറയുന്നില്ല. എന്റെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് വന്ന് പുള്ളിയുടെ മോൾ നോക്കിയപ്പോ പുള്ളി ഒന്നും അപ്പൊ ഞാൻ പുള്ളിക്ക് കൊടുത്തതാ. ചോദിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതൊരു ബോർ അടിക്കരുതല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഈ 2 ചോദ്യം ചോദിച്ചിട്ട് അനുഷ്ഠയുടെ തിരിച്ചു വരാമെന്ന് കരുതിയിട്ടാണ് പുള്ളിയോട് ചോദിച്ചത്. പാവായി പോയത് ചോദിക്കുമ്പോ നിങ്ങൾ എങ്ങനെ ചോദിച്ചാൽ എന്ത് പറയുന്നല്ലേ? എന്ത് ചോദിച്ചാലും അവരുടെ ഉത്തരവുണ്ട്. എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം. എന്റെ ക്വസ്റ്റ്യൻ അതല്ല ഈസായിരുന്നു അത് സത്യം പറയുകയാണെങ്കിൽ. ഇപ്പൊ വീട് അനുഷ്ഠയുടെ പടങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഹിറ്റാണ്. എല്ലാ പടങ്ങളും നമുക്ക് നല്ല ഹിറ്റായിരുന്നു. പൊട്ടിപടങ്ങൾ കണ്ടിട്ടില്ല. ആ പൊട്ടിപ്പടങ്ങൾ കണ്ടു ഞാൻ. അതിന് പറയുമ്പോ അതിന് വലിയ ഒന്ന് അനുഷ്ഠയുടെ ഒന്ന് നന്നായിട്ട് പറയണല്ലോ, അല്ലെങ്കിൽ ഫീൽ ചെയ്താലോ. അത് അറിഞ്ഞു വെച്ചിട്ട് അത് കൊള്ളാം മോളെ. അപ്പൊ പക്ഷെ ഇതുവരെ ഞാൻ കേട്ടിട്ടേ ഇല്ല അനുഷ്ഠ എന്ന് പറഞ്ഞാൽ ചെയ്യും, എന്ത് കൊടുത്താലും അനുഷ്ഠ ചെയ്യും. അങ്ങനെ ഈ പറയുന്ന 2 പേർക്ക് ഇപ്പൊ ചെറിയൊരു പ്രശ്നം വന്നു. ഒന്ന് മാത്യു എന്ത് കൊടുത്താലും ചെയ്യുമായിരുന്നു, അനശ്വരയും എന്ത് ചെയ്താലും ചെയ്യും. അനശ്വരയ്ക്ക് എന്തും കൊടുക്കാം എന്നുള്ളതിലാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര പടങ്ങളുണ്ട് അതിന് എക്സാമ്പിൾ അല്ലെ? അനശ്വരയുടെ അതിന്റെ എന്തൊരു അഭിപ്രായം ഉണ്ടോ? എനിക്കതൊരു അതായത് അനശ്വരയെ പോലത്തെ ഒരു നടിക്ക് നമുക്ക് ഏത് റോളും കൊടുക്കാം. അനശ്വര പക്ക നമുക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ നമ്മൾ എല്ലാരും ചെയ്യും. അത് നിങ്ങളെ കിട്ടാത്തതിന്റെ വിഷമേ അനുശ്വരയുടെ വേഷം ചെയ്യും. നമുക്ക് ഇല്ലാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോണത് അല്ലേ? ഞാൻ വരുന്ന ഏതിലേക്കാന്ന് അനുശ്വരയ്ക്ക് മനസ്സിലായോ? കാണുന്നില്ലേ? അപ്പൊ അതെ, ഞാൻ അതൊന്ന് റെഡി ആക്കിയിട്ട് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒരാളാണ് നമ്മുടെ മാത്യു. അങ്ങനെ തന്നെയായിരുന്നു, അവരെല്ലാം ചെയ്യും. ഇപ്പോഴും അങ്ങനെ തന്നെയാട്ടോ, ചെയ്യും, എനിക്ക് ഉറപ്പാത്. അപ്പം അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഒരു ഇത് കിട്ടിയ ഒരു പടമായിരുന്നു പൈങ്കിളി അല്ലേ? അതെന്താ അനുശ്വരെ പറ്റിപ്പോയേ? എന്താ പറ്റണ്ടേ? അതായത് ആള് മീൻസ് എല്ലാം ഗുഡ് കമന്റ്സ് കണ്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അനശ്വര എന്നുള്ളത്. പക്ഷെ അതിൽ മാത്രമാണ് എനിക്ക് എവിടേക്കോ ഒരു അതുണ്ടാവും. ഇപ്പോ നമ്മളെപ്പോഴും നമുക്ക് ഗുഡ് കമന്റ്, നമ്മളെ പെർഫോമൻസിനെ പറ്റി ഭയങ്കര കിടലം എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ക്രിറ്റിസിസം വരും, അല്ലെങ്കിൽ നമ്മുടെ ഇതിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് അത് വർക്ക് ആയില്ല, അതിനത് ഭയങ്കര ശരിയായില്ല, അവർക്കത് സെറ്റ് ആയില്ല എന്ന് ആൾക്കാർ പറയും. അവർക്ക് സെറ്റ് ആയില്ലെങ്കിൽ അവരത് പറയും, വിച്ച് ഈസ് ഓക്കെ. ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്. എനിക്കത് ഒരിക്കലും അല്ല, അങ്ങനെയല്ല, അത് അങ്ങനെയാണ്, അത് നിങ്ങൾ പറയുന്നില്ല ശരി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് നിങ്ങളുടെ ക്രിറ്റിസിസം എനിക്കത് മനസ്സിലായി, ഐ ഗെറ്റ് ഇറ്റ് ആൻഡ് ഐ അക്സെപ്റ്റ് ഇറ്റ്. ഇനി ഞാൻ അത് കറക്റ്റ് ചെയ്യും. നമ്മൾ എല്ലാവരും, എനിക്കൊന്നും എല്ലാവരും അങ്ങനെയാണ്. നമ്മളെല്ലാവരും നമുക്ക് വരുന്ന ക്രിറ്റിസിസത്തിനെ അത് അക്സെപ്റ്റ് ചെയ്ത് വേറൊരു രീതിയിൽ ബെറ്റർ ആക്കാനേ നോക്കുള്ളൂ. അല്ലാതെ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഭയങ്കര അങ്ങനെ കിടിലം ഒരാളൊന്നും അല്ല. ഞാനിപ്പം വരും ഇതാക്കുന്നേ ഉള്ളൂ, എൻ്റെതായ രീതിയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. സോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ക്രിറ്റിസിസം എടുത്ത്
അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് എന്നെ വഴിയുള്ളൂ. ശരിക്കും അത് ഭയങ്കരമായിട്ടുള്ളതൊന്നുമല്ല, പക്ഷെ അനശ്വര അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. നേരൊക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ? നേരൊക്കെ അനശ്വരയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്തു വെച്ചൊരു പടമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കഴിവുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അത് അനശ്വരയിൽ നിന്ന് വന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയത്. ഇപ്പൊ എടുത്ത് മാത്യു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പടത്തിൽ ഇതേപോലെ ഒരു ക്രിറ്റിസിസം വന്നപ്പോൾ നമുക്ക് പുള്ളി പറഞ്ഞു ആ പിടിച്ചൊരു മീറ്റർ എനിക്ക് ഓരോ സിനിമ ക്യാരക്ടർ മാറുമ്പോ അല്ലെങ്കിൽ ആ പടത്തിന്റെ മീറ്റർ മാറുമ്പോ പടത്തിന്റെ അത് മാറുന്നതനുസരിച്ച് അത് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? അതിന് പിടിച്ചൊരു ഒരു മീറ്റർ മേ ബി അതായിരിക്കും. അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്, ആൾക്കാർ പറയുന്നത് അങ്ങനെയുള്ള പടത്തിന് പിടിച്ച മീറ്റർ അതല്ലായിരുന്നു. കാരണം നമ്മൾ ആദ്യം തൊട്ട് ഇന്റർവ്യൂ മുതലേ പറയുന്നുണ്ട്, ഒരു ഫൈനൽ ഇന്റർവ്യൂ നമ്മളൊരു 100 രൂപയ്ക്ക് നമ്മൾ 1000 രൂപയുടെ പെർഫോമൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ടു ബി ഒരു ഓവർബോർഡ് ആവേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ എന്റെ ഓവർബോർഡിങ് ആൾക്കാർക്ക് പറയുന്ന ചില അത് കൺവിൻസിംഗ് ആയി തോന്നില്ല. വിച്ച് ഇസ് ഐ ഗെറ്റ് ഇറ്റ്, അത് ശരിയായിരിക്കും, ശരിയാണ്. നല്ല ആൻസർ അല്ലേ? അതെ നല്ല ആൻസർ, ഗുഡ് ആൻസർ. സത്യം, നന്നായിട്ട് എന്തെങ്കിലും പറയും മനുഷ്യ. അല്ല ചോദിക്ക, ഞാൻ ചുമ്മാ എന്ത് പറയാനാ, എന്റെ അടുത്ത് ചോദിച്ചല്ലേ പറയാൻ പറ്റും. അല്ല മാത്യു പറഞ്ഞ ഇതുപോലത്തെ അത് തന്നെയാണല്ലോ എന്റെ ഫാക്റ്റും. അതെ 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 അങ്ങനെ നമ്മളങ്ങനെ ഒരു പ്രശ്നം ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ലത് ചെയ്തവരെടുത്തുന്ന ചെറിയൊരു മിസ്റ്റേക്ക് വരുമ്പോ നമുക്കത് മിസ്റ്റേക്ക് തന്നെ ഉദ്ദേശിച്ചത്. അതായത് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇവര് ചെയ്യേണ്ടത് അതായിരിക്കും അവർക്ക് ആവശ്യം. നമുക്കറിയില്ലല്ലോ, നമ്മളൊരു സിനിമയായി വരുമ്പോഴല്ലേ നമ്മളത് കാണുന്നുള്ളൂ. ചിലപ്പോ നിങ്ങളുടെ ഡയറക്ടർ ആവശ്യപ്പെടുന്നത് ചിലപ്പോ ആ മീറ്റർ നമുക്ക് അറിയുന്നില്ല. അത് ഞാൻ മിസ്റ്റേക്ക് ഒന്നും ഉദ്ദേശിച്ചതല്ല കേട്ടോ, മനസ്സിലായി. കാരണം അത് അവിടെ ഓക്കെ ആയിരിക്കും, ആ പടം വന്നപ്പം അതായിരിക്കും അതിന് ആവശ്യം. പക്ഷെ അത് പുറത്തെത്തിയപ്പോ എങ്ങനെയോ ഒരാൾക്ക് തോന്നി ഉത്തരം എങ്ങനെ പോകുമ്പോ നമുക്കും തോന്നും അതാണോ എന്ന് തോന്നും. ചിലപ്പോ ഞാൻ സത്യമായിട്ട് ആ സിനിമ കണ്ടിട്ടില്ല, കാണുമ്പോ എനിക്ക് പക്ഷെ നല്ലതായി തോന്നിയിരിക്കാം. പക്ഷെ രണ്ടാൾക്കാർ അത് മോശമായപ്പോ ഞാനും ചിലപ്പോൾ ചിന്തിക്കും മോശമായിരുന്നോ, അങ്ങനെയും ചിലത് തട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും തളരരുത് അനശ്വര, പതറരുത്. അതെ, ഇനി ഇതില് എങ്ങനെ പോകും. ഇനിയിപ്പം ശരിക്കും ഈ ജോമോനേട്ടന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ വന്നാ ചെയ്യോ? അത് കണ്ടതാ. അതിലൊരു ശരിക്കും കുറച്ച് മെന്റലായിട്ട് നേരെ നടക്കുന്ന ആ പക്ഷിശാസ്ത്രം അല്ലേ? ഇപ്പൊ നമ്മുടെ ഭീകരൻ അത് കുറച്ച് ലേറ്റ് ആവും. എനിക്ക് പരിപാടി സ്ക്രിപ്റ്റ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ, അത് ഫുള്ള് കേട്ടിട്ട് ചെയ്യാന്നുള്ള പരിപാടി നിൽക്കുക. അതിലെങ്ങനെ ഒരു ക്യാരക്ടർ ആണ്? അതിലൊരു ഗുണ്ടയുടെ പരിപാടിയാ. നന്നായിരിക്കും അല്ലേ? പരിപാടികളാ അതെ, ഗുണ്ട പരിപാടിയാ. അത് ഇങ്ങനെ അവർ എഴുതിക്കൊണ്ടിരിക്കുക, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പടത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഈ പടത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്, ക്ലീഷേ ക്വസ്റ്റ്യനാ, നിങ്ങളുടെ ആൻസർ കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്റെ ഗതികേണ്ടോണ്ട് അനശ്വരനെ ഇൻക്ലൂഡ് ചെയ്തില്ല കേട്ടോ. ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ഈ ജോമോനെയാണ്. പക്ഷെ ഇവരുടെ അടുത്തൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ട്. ജാസിം ചേട്ടന്റെ അടുത്തുണ്ട്. ജാസിനോട് ഉറങ്ങാണോ? നിർത്തണോ? ഓക്കെ, ഇതിൽ വന്നപ്പോ നിങ്ങൾക്ക് ശരിക്കും ഒരു ഫിലിം സെറ്റിലേക്ക് വരുന്നു, അതിൽ കുറെ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഏതായിട്ടുള്ള ഒരു മാരകമായ അനുഭവം? വൈദ്യച്ചേട്ടൻ തന്നെ നമുക്ക് കൂടുതൽ. എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ലൊക്കേഷൻ പറയുമ്പോൾ ഭയങ്കര രസമാണ്. ഭയങ്കര രസമാണ്. വെയിലത്തൊക്കെ ഒന്ന് ഷൂട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇത്രയും വെയിലുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു 5 ലക്ഷം രൂപ കൂടെ കൂടുതൽ ചോദിച്ചാൽ അങ്ങനത്തെ കുറെ ഭയങ്കര രസമാണ് പുള്ളി. എന്റർടൈനർ, നല്ല രസമായിരുന്നു. അതെ അതെ അതെ, പുള്ളി പറയും എല്ലാം അങ്ങോട്ടേക്ക് പറയും. അതെ, വേറെ എന്താണെന്നൊന്നുമില്ല. പക്ഷെ ആ ക്യാരക്ടറാണ് പുള്ളി ഭയങ്കര പ്യൂർ സോളാ. അതായത് ജെന്യൂൻ അങ്ങനെ തന്നെയാണ്. അഭിനയം ജീവിതം ഒക്കെ അങ്ങനെയാണ്. അതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ, നമ്മുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോന്ന് പറയണം ബാക്കിയുണ്ടോ? സിനിമയല്ല, വേറൊരു കാര്യം അല്ലെ, വെറൈറ്റി മീരയുടെ കാര്യം. ആക്ച്വലി ഞാൻ ചൂരലല്ല, അതിനൊക്കെ മുമ്പ് 2015-16 ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ചുമ്മാ വെറുതെ ഞാൻ എന്റെ ചേച്ചിയുടെ മോളായിട്ട് പാട്ട് പാടി വീഡിയോ ഇട്ടു. അത് വെറൈറ്റി മീഡിയയിൽ പോസ്റ്റ് ഇട്ട് എനിക്ക് അന്ന് 1 മില്യൺ വ്യൂസ് എന്തോ പോയില്ലേ ബ്രോ? അന്ന് എന്നെ വൈറലാക്കിയതാണ് വെറൈറ്റി മീഡിയ.
ഞാൻ മുമ്പ് വെറൈറ്റി വീഡിയോയിൽ കുറെ റീലൊക്കെ അയച്ചിട്ടുണ്ട്. റീലൊക്കെ മറ്റേ അവരുടെ നമ്പർ റിജക്ട് ചെയ്തിരുന്നോ? അത് പറഞ്ഞില്ലേ? അതിന് ദേഷ്യമാണോ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഞാൻ അയച്ചിട്ട് ബ്രോ ഇതൊന്ന് പോസ്റ്റ് ചെയ്യോ. ഞാൻ ചുമ്മാ ലിപ്പായിരുന്നു, ലിപ്പ് പുള്ളി നോക്കാം. പിന്നെ ഞാൻ സ്ഥിരം വിളിക്കുമായിരുന്നു. Vibe ആവാതെ. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. മറ്റത് ഞാൻ പാടിയിട്ടത് പോസ്റ്റ് ചെയ്തു, ഞാൻ അറിയാതെ പോസ്റ്റ് ചെയ്തു. ഞാൻ പോസ്റ്റ് ചെയ്തു, പിന്നെ രണ്ടാമത് വീണ്ടും ഡബ് സ്മാഷ് അതും പോസ്റ്റ് ചെയ്തു. അപ്പൊ അത് രണ്ടും അത്യാവശ്യം റീച്ച് ആയി. പിന്നെ ഞാൻ വേറെ ചെയ്തു, ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ബ്രോ ഇതൊന്ന് പോസ്റ്റ് ചെയ്യൂ. ആ നോക്കട്ടെ. അത് പോസ്റ്റ് ചെയ്തില്ല. കാലത്തിന്റെ ഒരു വിളയാട്ടോ അല്ലെ? അവരെ ഇപ്പൊ നമ്മൾ വിചാരിച്ച് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു. പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ എത്ര രൂപയാണെന്ന് പറയാൻ ചെയ്യും. അനുഭവമില്ലാതെ രണ്ടെണ്ണം പോസ്റ്റ് ചെയ്തില്ല. എനിക്ക് മനസ്സിലായി പഠിച്ചു. ഒരെണ്ണം പോസ്റ്റ് ചെയ്തത് ഞാൻ ഡിപ്രഷൻ അടിച്ചു. ഞാൻ എത്ര എണ്ണം അയച്ചത്. അപ്പൊ നിങ്ങൾ മിണ്ടരുത്. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ വന്ന് നിങ്ങൾ മിണ്ടരുത്. പ്രതികാരം അത് വീട്ടാളോ? അത് കറക്റ്റ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. രണ്ടെണ്ണം പോസ്റ്റ് ചെയ്ത് വയറല്ലേ. അപ്പൊ ആ സന്തോഷം ഞാൻ ഭയങ്കര ഞാൻ വെച്ചു നമ്മുടെ സ്വന്തം പേരുള്ള മട്ടില്ലേ വലിയ കൂളായിട്ട് ഞാൻ വെച്ച് സാധനം ചോദിച്ചാൽ ഇത് വെറൈറ്റി മേടിക്ക് അയച്ചു കൊടുക്കാം, അവര് പോസ്റ്റ് ചെയ്യുമോ? ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എത്ര ഒരു പൈസ പറഞ്ഞത്. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൊല്ലത്ത് ഓഫീസിൽ കൂടെ വന്നാൽ മതി. ഓഫീസിന്റെ അഡ്രസ് ഒക്കെ പറഞ്ഞു എനിക്ക്. ഇവരങ്ങനെയാ, ഇവര് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെ. അപ്പൊ എന്താ പറയാ, നമ്മുടെ ജൂൺ 13 അല്ലേ? ജൂൺ 13 ഇറങ്ങാൻ പോകുന്ന നമ്മുടെ ബസ്സിന് സമേതം ബന്ധുമിത്രാദികൾ അല്ലാത്തൊരു പേരാട്ടോ അത്. പറഞ്ഞു കുറച്ച് പ്രാവശ്യം പറയുമ്പോ ശരിയാവും. ശരിയാവും അല്ലേ? ഓക്കെ. ഇനി ഞാൻ കാണാനേ പോകുന്നുള്ളൂ, ഇനി പറയാനില്ല. ഇനി എല്ലാവരോടും ഞാൻ വേണമെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി കൊടുക്കും. അതപ്പോ നല്ല ഓക്കെ. നിങ്ങളൊക്കെ ഉള്ളപ്പോ എന്തിനാ അധികം മൗത്ത് പബ്ലിസിറ്റിയുടെ ആവശ്യം? നിങ്ങളൊക്കെ മതിയല്ലോ അല്ലേ? ഇവരൊക്കെ തന്നെ മതി. ഞാൻ പറയും അങ്ങനെ ഓഡിയൻസ് പറയരുത്. ഇല്ല, കാണണം, കണ്ടിട്ട് പറയണം. അതെ എന്തായാലും കാണും. നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റട്ടെ. അതായത് ഈ പടം ജയിച്ചിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇന്റർവ്യൂ, അപ്പൊ നമുക്ക് കുറേ സംസാരിക്കാമല്ലോ. അപ്പൊ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ വേണ്ടാന്ന് പറയും. ഓക്കെ, നിങ്ങളെ ഇവര് പിന്നെ വേണ്ട. നീ ആങ്കറായിട്ട് നിന്നും വേണ്ടെന്ന് ഞങ്ങൾ പറയും. അത് ഓക്കെ. അപ്പൊ എന്താ പറയാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. Thank you. ഓക്കെ. യെസ്.